ഇന്ന് രാവിലെ തൊട്ട് നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. ഒരു 15-16 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒന്ന് പുറത്ത് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണെന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ആകാശം കണ്ടോ ഇരുണ്ടിരിക്കുകയായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോയി. അതാ ഇതിന് കാരണം. ഇപ്പം ദാ സ്പ്രിങ് ആയി തുടങ്ങിയതോടുകൂടി എല്ലായിടത്തും കുറേ പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ മുന്നിലും ഇതേപോലെ പൂക്കളുണ്ട്. അങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് ഇതേ പോകുന്ന റോക്കറ്റ്. അത് റോക്കറ്റ് അല്ല കേട്ടോ, അത് പ്രൈവറ്റ് ജെറ്റാണ്. ആകാശമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂര്യനിതാ വീട്ടിൽ കയറാൻ പോവാ, സമയമായി തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോണേ. ഗ്രൗണ്ടിൽ പോകാമെന്ന പ്ലാനിപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഓരോ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ വീടിൻ്റെ മുന്നിലൊക്കെ കണ്ടോ ഈ മഞ്ഞ പൂക്കൾ, അതാണ് ഡാഫോഡിൽ. ഇവിടുത്തെ ഒരു ഈ ഫ്ലവർ ഈ മാർച്ചിൻ്റെ ബെർത്ത് ഫ്ലവർ എന്ന് പറയുക. മാർച്ച് മാസത്തിൻ്റെ ബെർത്ത് ഫ്ലവറാണ് 3 ഡാഫോഡിൽ. അതുപോലെ തന്നെ അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. 10th വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒഫീഷ്യൽ ഫ്ലവർ എന്നാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗ്രൗണ്ട്. ഈ കാണുന്നില്ലേ ഈ ഒരു കുട്ടി വീടൊക്കെ, ഇത് വേറൊന്നുമല്ല, ഇത് ഇവിടുത്തെ കുട്ടികളുടെ പ്ലേ സ്കൂളാണ്. നമ്മുടെ നാളത്തെ കിൻഡർ ഗാർഡൻ പോലെ അങ്ങനെ ഒരു സെറ്റപ്പ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പൊന്നും സഹിക്കാൻ പറ്റാണ്ടായി. കാരണം ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെയിൽ കണ്ട് ഇറങ്ങിയതല്ലേ, ജാക്കറ്റൊന്നും വേണ്ട കരുതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഡാഫോഡിലുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ പക്ഷെ കണ്ടില്ല കേട്ടോ. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.